ഹായ് ഹലോ വെൽക്കം ടു ആർജ വെല്ലൂസ് ഡയറി. 500 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഉള്ള ആദ്യ വലിയ ബ്ലോഗാണ് ഇന്ന് ഇടുന്നത്. വലിയൊരു ബ്ലോഗൊന്നും പറയാൻ പറ്റത്തില്ല, കുഞ്ഞു വീഡിയോസ് ചേർത്ത് വെച്ച ഒരു വലിയ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ അല്ലുക്കുട്ടനെയും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കാപ്പിൽ ബീച്ചിലാണ്. ഈ ബീച്ചിലൊരു പ്രത്യേകതയുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം ജാനുവരി 24 അപ്പോൾ അതിന് മുമ്പത്തുള്ള കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് നമ്മൾ കാപ്പിൽ ബീച്ചിലാണ് എടുത്തത്. കാപ്പിൽ ബീച്ചിൽ അന്ന് വന്നതിന് ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പോൾ അന്ന് മാരേജിൻ്റെ ഫോട്ടോഷൂട്ടിന് ഇന്ന് കുഞ്ഞാവയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അന്നത്തെ ഫോട്ടോഷൂട്ട് എടുത്ത സ്ഥലങ്ങളും അന്ന് നടന്ന വഴികളൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ തോന്നി. അതും ഇപ്പം 3 വർഷം ആവാൻ പോകുന്നതിന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ പോയത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കാപ്പിൽ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% ഞാൻ പറയാം, ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കാപ്പിൽ ബീച്ച്. ഒരുപാട് തിരക്കില്ല, ഭയങ്കര തിരക്കില്ല, എനിക്ക് ആവശ്യത്തിന് ആൾക്കാരും ഉണ്ട്, ഒട്ടും ആൾക്കാരില്ലാത്ത സ്ഥലമൊന്നുമല്ല, നല്ല ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഒരു 4 മണി 5 മണി സമയത്ത് ഇവിടെ വന്നാൽ കിടിലോസ്കി സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെല്ലാം വരാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമെങ്കിൽ പോലും ബാക്കിയുള്ള ബീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ തിരക്കില്ല, ഭയങ്കര ഒരു ഒരു ക്രൗഡഡ് അല്ല, എങ്കിൽ കൂടിയും നല്ലൊരു സമാധാനം തരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, നമ്മുടെ അല്ലുക്കുട്ടൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ. അല്ലുക്കുട്ടൻ ഇങ്ങനെ ഓടി നടക്കാൻ പറ്റിയ സ്ഥലമാണ്. കുഞ്ഞു വാവകൾക്കും ഇതേപോലത്തെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ആയാലും നല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാപ്പിൽ ബീച്ചിൽ വന്നാൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് നല്ല എൻജോയ്മെൻറ്റ് കിട്ടും. അല്ലുവിനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനങ്ങനെ പേടി കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഇറങ്ങിയ താഴെ പോകുന്നുള്ള പേടിയൊന്നുമില്ല. ഇത് എൻ്റെ കൊച്ചച്ഛൻ്റെ കൂടെ കളിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഫുൾ ടൈം വീട്ടിനുള്ളിൽ അടച്ചിടാതെ കുഞ്ഞുങ്ങളെ വല്ലപ്പോഴും ഒക്കെ എന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി അവരുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും, നമുക്കും ഒരു എൻജോയ്മെൻറ്റ്, നമ്മളും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് വർദ്ധിക്കത്തേ ഉള്ളൂ. ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ അങ്ങനെ നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് ഭയങ്കര ഒരു കുഞ്ഞിലെ തന്നെ ഒരു അപ്സെറ്റ് ആയിരുന്നു. കാര്യം എപ്പോഴും സ്കൂള് വീട് അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും അത് ഇങ്ങനെ പതിവാകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് ഇതേപോലെ എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ദൂരം, ഒരുപാട് പൈസ ചിലവാകുന്ന കാര്യമൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് മറിഞ്ഞ ശേഷം അത് കണ്ടു മദാമയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കടലിലോട്ട് പോകാനാണ്. ഇവിടെ കടലിനിപ്പുറത്തോട്ട് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നതിലാണ് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കടലിലോട്ട് പോകാനായിട്ട് പോയത്. പക്ഷേ വീണ്ടും വെള്ളം കണ്ടിട്ട് വീണ്ടും കളിക്കാനായിട്ട് അല്ലു ഇറങ്ങി. പിന്നെ അവിടെ ഒരുപാട് നേരം കളിച്ചതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം ജലദോഷമൊക്കെ ഉണ്ടായി. എങ്കിൽ കൂടിയും ആ സമയം ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയൊക്കെ ആൾക്കാരേ ഉള്ളൂ, ഒരുപാട് ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്. ഒരു വലിയ താങ്ക് യു ഉണ്ട്, വലിയ നന്ദിയുണ്ട്. കാര്യം എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സൊന്നും ഞാൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. എനിക്ക് വളരെ നാളുകൊണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കൂടുതലും ട്രാവൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബറുണ്ട്, തനി മലയാളി, നിങ്ങളെല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ അതേപോലെയുള്ളൊക്കെ തനി മലയാളിയിൽ ഐശ്വര്യയൊക്കെ ചെയ്യുന്നത് കണ്ട് എപ്പോഴും എനിക്കും ചെയ്യണമെന്നൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു. കൂടുതലും ഞാൻ ഐശ്വര്യയുടെ തനി മലയാളി ആണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സുണ്ട്, അതൊക്കെ ഞാൻ കാണാറുള്ളതാണ്. പിന്നെ ജിക്കൂസ് മമ്മിൻ, ജപ്പാൻ, അതൊക്കെ ഞാൻ ഫേവറേറ്റ് ആയിട്ട് കാണുന്ന യൂട്യൂബേഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു.
അപ്പോൾ തുടങ്ങിയപ്പോൾ വലിയ പിന്തുണയൊന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ പിന്തുണ മാത്രമേ എനിക്കുള്ളായിരുന്നു. ബാക്കി ആർക്കും ഇതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കിയത്. പക്ഷേ അതിൽ നിന്നും ഞാൻ ഓരോ വീഡിയോസ് ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പം 500 അല്ലേ ആയോളെന്ന് തോന്നിയാലും എനിക്കത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ വർഷം കൊണ്ട് ഒരു 1K ഒക്കെ അടിക്കുന്നതെന്ന് ഇപ്പോൾ ചെറിയൊരു അത്യാഗ്രഹമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അവരുടെ ഫാമിലിയൊക്കെ അവർക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യണമല്ലോ, അവരെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്നും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കടൽ ഭയങ്കര ഭീകരമായിട്ടുള്ള തിര അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം അടിപൊളി സ്ഥലമായിരുന്നു. അല്ലുവിന് പിന്നെ തിരയൊന്നും ഒട്ടും ഒരു പേടിയൊന്നുമില്ലായിരുന്നു. ഇങ്ങോട്ട് വാടാത്തിരയെന്നുള്ള രീതിയിലാണ് നിന്നത്. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാര്യം ഇപ്പോൾ പോലും തിര ജസ്റ്റ് ഒന്ന് കൂടിയേ തന്നെ എനിക്ക് പേടിയാവും. പക്ഷേ അവൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവൻ അടുത്തുള്ള പോകുന്ന പിള്ളേരെ ഒക്കെ വിളിച്ച് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. അത് കണ്ടപ്പോഴും എനിക്ക് സന്തോഷം തോന്നി. കാര്യം ഞാൻ ഒട്ടും സോഷ്യൽ അല്ലാത്തൊരു വ്യക്തിയായിരുന്നു, ആരോടും അങ്ങനെ അധികം മിണ്ടാത്തൊരു വ്യക്തി. പക്ഷെ എൻ്റെ മോൻ അല്ലു അങ്ങനെ അല്ലാതെ കണ്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. കാര്യം നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്കിലേ നമ്മളെ കാര്യങ്ങൾ പരസ്പരം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ നിങ്ങളും കൊച്ചു കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയൊരു ഹെൽപ്പാണ് ചെയ്യുന്നത്. ഒരുപാട് സംസാരിച്ച് ബോറൊന്നും എടുപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് കാപ്പിലൊരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഉടനെ പുതിയ വീഡിയോ. അപ്പോൾ ലാസ്റ്റ് സമാപനമായി ഐസ്ക്രീമും കുടിച്ച് അല്ലു അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഇവിടെ പോയാലും അവൻ സ്വന്തമായിട്ട് പറയും ഐസ്ക്രീം വേണമെന്ന്. ജലദോഷം പിടിച്ചു അതിൻ്റെ ഫലമായിട്ട് എങ്കിൽ കൂടിയും അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.